മാച്ച് ഡേ എന്ന് പറയുമ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ചിട്ട് ഞാനൊക്കെ മാച്ച് ഡേ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. കാരണം രാവിലെ എണീക്കുന്നു, ഒരു സ്റ്റോറി ഇടുന്നു, ഇന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ കളിയുണ്ട്. ഇപ്പം ഹോം മത്സരം ആണെന്നുണ്ടെങ്കിൽ ഡബിൾ സന്തോഷം. കാരണം പ്രിപ്പറേഷനാണ്. രാവിലെ തന്നെ എന്റെ കൂടെ വരുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാവരെയും വിളിക്കുന്നു, സെറ്റ് ചെയ്യുന്നു, ടിക്കറ്റ്സ് ഒക്കെ നേരത്തെ എടുത്തിട്ടുണ്ടാവും. നമ്മൾ എല്ലാവരും ജേഴ്സി ഒക്കെ ധരിച്ചുകൊണ്ട് തന്നെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നു, അവിടുന്ന് ട്രെയിനിൽ കയറുന്നു. ട്രെയിനിൽ ഒരുപാട് ആളുകൾ കളി കാണാനായിട്ട് എല്ലാവരും ജേഴ്സി വെയർ ചെയ്ത് തന്നെയാണ് വരുന്നത്. അപ്പോൾ ചില സമയത്ത് ട്രെയിനിലെ ബോഗി മുഴുവൻ മഞ്ഞ കളറായിരിക്കും, എല്ലാവരും ജേഴ്സി ഒക്കെ ഇട്ട്. അപ്പൊ എല്ലാവരും ആദ്യമായിട്ട് കാണായിരിക്കും ചില പലരെയും. അപ്പൊ അവരൊക്കെയായിട്ട് എന്തോ ആത്മബന്ധം ഉള്ളത് പോലെയാണ്. നേരെ എല്ലാവരും കൂടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്നു, അവിടുന്ന് നേരെ മെട്രോ സ്റ്റേഷനിൽ ചെല്ലുന്നു. മെട്രോ മുഴുവൻ, സ്റ്റേഡിയത്തിലേക്കുള്ള മെട്രോയിൽ മുഴുവൻ മഞ്ഞക്കടലാണ്. അപ്പൊ അത് അങ്ങനെ പലതും. പിന്നെ നമ്മൾ സ്റ്റേഡിയത്തിന്റെ പരിസരത്ത് ചെന്നിറങ്ങുമ്പോൾ പല തരത്തിലുള്ള ആഘോഷങ്ങളുണ്ട്. പിന്നെ സ്റ്റേഡിയത്തിനുള്ളിൽ കയറുന്നു, ഈസ്റ്റ് ഗാലറിയിൽ ചെന്ന് മഞ്ഞപ്പടയ്ക്കൊപ്പം നമ്മുടെ ടീമിന് വേണ്ടി ചാൻഡ് ചെയ്യുന്നു. ടീം തോറ്റോ ജയിച്ചോ, സോ അതിവിടെ ഒരു പ്രശ്നമേ അല്ല എന്നുള്ളതാണ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം മാച്ച് ഡേ നമ്മുടെ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ടെങ്കിലും അതിനൊക്കെ മറക്കുന്ന ഒരു 90 മിനിറ്റ്, 90 അല്ല കേട്ടോ, അതിൽ കൂടുതൽ സമയം നമുക്ക് സ്റ്റേഡിയത്തിൽ കിട്ടുന്നുണ്ട്. കളി മാത്രമാണ് 90 മിനിറ്റ്. അപ്പൊ അതിന് മുമ്പുള്ള സമയം, കളി കഴിഞ്ഞിട്ടുള്ള സമയം, കളി ജയിച്ചെങ്കിൽ ഭയങ്കര ആഘോഷം. അപ്പോ കളി നമ്മള് കൂടുതലും, ഞാൻ ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള പലരും ക്രിക്കറ്റ് കളി കാണാൻ സ്റ്റേഡിയങ്ങളിൽ പോയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഈ ഒരു 4 അടിക്കുമ്പോൾ എല്ലാവരും ചാടി എണീക്കുന്നു, ചാടി എണീക്കുന്നു, 6 അടിക്കുമ്പോൾ ചാടി എണീക്കുന്നു, വിക്കറ്റ് പോകുമ്പോൾ അങ്ങനെയുള്ള ഒരു ആഘോഷം അല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ തികച്ചും ഭയങ്കര വ്യത്യസ്തമാണ്. പല ചാൻഡ് സോങ്ങുകളുണ്ട്, ആന്തംസ് ഉണ്ട്, ഓരോ പ്ലേയേഴ്സിനും ഓരോ സോങ്ങുകളുണ്ട്. ഇതെല്ലാം ഇതൊക്കെ ഇങ്ങനെ എല്ലാവരും കൂടി ആ ഈസ്റ്റ് ഗാലറിയിൽ എങ്ങനെ പോലെ ഒരു 10-14 ആളുകളുണ്ട്. ഇവർ ഒന്നിച്ച് അത് പാടുന്നു, ചാൻഡ് ചെയ്യുന്നു, ഡ്രമ്മിങ്, ക്ലാപ്പിങ് എന്ന് വേണ്ട. നമ്മൾ ഈ ടി വിയിൽ വേൾഡ് കപ്പ് ഒക്കെ കാണുമ്പോൾ പലരും വേൾഡ് കപ്പും യൂറോയും കോപ്പയൊക്കെ മാത്രം കാണുന്ന ആളുകളാണല്ലോ. അവരോട് കൂടിയിട്ടാണ് നമ്മളിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ, ടി വിയിൽ കളി കാണുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ സോങ്ങുകൾ കേട്ടിട്ടില്ല, ആളുകൾ എല്ലാവരും കൂടി പാടുന്നത്. അതേ സാധനം നമ്മൾ ഇവിടെ ഈസ്റ്റ് ഗാലറിയിൽ കൊച്ചി സ്റ്റേഡിയത്തിൽ നമ്മൾ പാടുന്നുണ്ട്. അപ്പൊ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ അവിടെ എത്തണം. നമ്മുടെ മാച്ച് ഡേ എന്താണെന്ന് നമ്മൾ അവിടെ അനുഭവിച്ചറിയണം. ഞാൻ ചോദിക്കുന്നത് ഈ യൂറോപ്യൻ ഫുട്ബോളിനെ മാത്രം ഫോളോ ചെയ്ത് ISL പുച്ഛത്തോടെ കാണുന്ന ആളുകളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങളുടെ ഈ യൂറോപ്യൻ ക്ലബ്ബുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഇതേപോലെ ചാൻഡ് ചെയ്യാൻ കഴിയുമോ? ആ ടീമിന് വേണ്ടി ട്രാവൽ ചെയ്യാൻ കഴിയുമോ? അല്ലെങ്കിൽ ആ ടീമിന് വേണ്ടിയിട്ട് ഒരു മുദ്രാവാക്യെങ്കിലും നിങ്ങൾക്ക് സ്റ്റേഡിയത്തിൽ പോയി വിളിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ചിലപ്പോൾ 1-2 കളിയൊക്കെ പോയി കണ്ടവരുണ്ടാവാം. പക്ഷെ അതല്ല, ഞാനൊക്കെ ഡെയിലി, ഞാനെന്ന് മാത്രമല്ല, ഈസ്റ്റ് ഗാലറിയിൽ വരുന്ന പലരും ഒരുപാട് ആളുകൾ, പ്രായമുള്ളവർ തൊട്ട് ചെറിയ കുട്ടികൾ വരെ എല്ലാവരും സ്ഥിരമായി കളി കാണാൻ വരുന്നവരെ എനിക്കറിയാം. കാരണം അവര് ആ ഒരു കൾച്ചറിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളിപ്പോഴും യൂറോപ്യൻ കൾച്ചറും പിടിച്ച്, യൂറോപ്പിലെ ടീമുകളുടെ ക്വാളിറ്റിയും പിടിച്ച് നിങ്ങൾ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതുവരെ ഒരു മാച്ച് ഡേ എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല. എന്താണ് മാച്ച്? നിങ്ങൾക്ക് സ്റ്റോറി ഇടാൻ മാത്രമല്ലാതെ നിങ്ങൾക്ക് ഇതുവരെ സ്വന്തം നിങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന ടീമിന് വേണ്ടിയിട്ട് ചാൻഡ് ചെയ്ത് യഥാർത്ഥ ഒരു മാച്ച് ഡേ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. അതിനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല.